സിന്ദൂരരേഖ ഭാഗം 101. ഞങ്ങൾ ചേട്ടനും അനിയനും തമ്മിൽ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതിൽ നീ എന്തിനാ തലയിടുന്നത്? ഇനിയിപ്പോൾ എൻ്റെ അനിയൻ എന്നോട് കാല് പിടിക്കാൻ പറഞ്ഞാലും ഞാനത് ചെയ്യും, അല്ലേടാ? മനു അമ്മാളുവിനെ പുച്ഛിക്കും വിധത്തിൽ പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. പിന്നല്ലാതെ. ഏട്ടൻ വന്ന് ചേർത്ത് പിടിച്ച് ചോദിച്ചതും ഉണ്ണി അപ്പം തന്നെ മറുവെള്ളത്തിൽ കാല് ചവിട്ടിയിരുന്നു. ഉണ്ണിയേട്ടാ! നിന്ന നിൽപ്പിലുള്ള അവൻ്റെ കാലുമാറ്റം കണ്ടതും അമ്മാളു ദേഷ്യത്തോടെ അവനെ വിളിച്ചു. എൻ്റെ ഏട്ടനല്ല അമ്മാളു, ക്ഷമിച്ചേക്ക്. ഏട്ടനും കണക്കാ അനിയനും കണക്കാ, ഇങ്ങനെ രണ്ടു വെള്ളത്തിലും കാലുവെച്ച് നടന്നോ? അത് പറഞ്ഞ് രണ്ടിനെയും നോക്കി ഒന്ന് പരിഭവിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് നടന്നുപോയി. നിന്റെ കാര്യത്തിലൊരു തീരുമാനമായിന്ന് തോന്നുന്നുണ്ണി. അവൻ അങ്ങനെ പറഞ്ഞതും എന്തൊക്കെയോ പറഞ്ഞ് പിറുപിറുത്ത് നടന്നു പോകുന്നവളെ നോക്കി മനു പറഞ്ഞതും ഉണ്ണിയും അത് ശരിയാണെന്ന പോലെ ചിരിച്ചു. എന്നാലും ഉണ്ണി, ഞാൻ അങ്ങനെ പറഞ്ഞത് നിനക്ക് വിഷമായോ? അവൾ പോയി കഴിഞ്ഞതും മനു വീണ്ടും അവനോട് ചോദിച്ചു. എൻ്റെ ഏട്ടൻ്റെ എന്താ? എനിക്കൊന്നും തോന്നിയില്ല. ഒന്നുമില്ലെങ്കിലും ഏട്ടൻ്റെ കാര്യമൊക്കെ എനിക്കറിയാലോ. അമ്മാളുവിൻ്റെ കാര്യം നിനക്കും അറിയായിരുന്നു അല്ലേ? നീയും എന്നോട് പറഞ്ഞില്ല. മനഃപൂർവ്വമായിരുന്നു ഏട്ടാ. ഏട്ടൻ ഇടയ്ക്കെങ്കിലും അവളെക്കുറിച്ചൊന്ന് ഓർക്കണമായിരുന്നു. ആര് പറഞ്ഞു അവളെക്കുറിച്ച് ഓർത്തില്ല എന്ന്? എൻ്റെ ഊണിലും ഉറക്കത്തിലും ശ്വാസത്തിലും പോലും അവൾ തന്നെയായിരുന്നു. ഉണ്ണി അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ മനു അവളുടെ കാര്യം ആലോചിച്ച് വാചാലനായി. പിന്നെയും എന്തിനായിരുന്നു ഏട്ടാ അവളോട് അവഗണന? ഉണ്ണി അറിയാതെ തന്നെ അവനോട് ചോദിച്ചു പോയി. 2 മാസം ഇവിടെ നിന്ന് എനിക്ക് മാറി നിൽക്കേണ്ടതിൻ്റെ ആവശ്യം നിനക്കറിയാമല്ലോ. അതിൻ്റെ സീരിയസ്നെസ് ഞാൻ പറഞ്ഞതെന്ന് നിനക്കറിയേണ്ട കാര്യമില്ലല്ലോ ഉണ്ണി. അതറിയാം ഏട്ടാ. എങ്കിലും അവളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ മാത്രമല്ല, എൻ്റെ ഭാഗത്തുനിന്ന് നോക്കിയാലും ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ എൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. അവൾ മുന്നിൽ നിന്നാൽ രണ്ടും കൽപ്പിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാനാവില്ല. അവളുടെ മുഖം ഓർത്താൽ എനിക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റണം എന്നുമില്ല ഉണ്ണി. ഡോണ്ട് ബി സില്ലി ഏട്ടാ. എന്നിട്ടിനി അങ്ങോട്ടുള്ള കാര്യങ്ങളോ? ഇനിയും ഏട്ടൻ എന്തെങ്കിലും പറ്റിയാലോ? നഷ്ടം ഞങ്ങൾക്ക് മാത്രമല്ല, ഒന്നും അറിയാത്തൊരു ജീവനുണ്ട് അവളിൽ. ഐ നോ ഉണ്ണി. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങളിൽ റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ. ഏട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? സൂര്യശങ്കർ IPS. അതാരാ? സൂര്യശങ്കർ IPS എൻ്റെ ഒരു ഫ്രണ്ടാണ്. ആളുടെ ഫാദർ ഇൻ ലോയ്ക്ക് ഒരു ആക്സിഡൻ്റ് ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലാണ് കാണിച്ചത്. അന്ന് കണ്ട് പരിചയപ്പെട്ടതാണ്. പിന്നീട് ആളുടെ ഫാമിലി ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം നമ്മുടെ ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പോൾ ആൾ ചെന്നൈയിലാണ്. ഏത്? മറ്റേ സൈബർ തട്ടിപ്പ് കേസൊക്കെ ഹാൻഡിൽ ചെയ്താ? ഉണ്ണി സംശയത്തോടെ ചോദിച്ചതും മനു അതേ എന്ന് കാണിച്ചു. ഇനിയുള്ള കാര്യങ്ങളിൽ എനിക്കൊന്നും ചെയ്യാനില്ല ഉണ്ണി. നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ വാങ്ങി കൊടുക്കണം എല്ലാത്തിനും, അതിനി ആരായാലും. മനു ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. സാനിയ ജോയിൻ ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഉണ്ണി? ഐ ഹാവ് കണ്ടിന്യൂസ്ലി ട്രേസ്ഡ് ഹർ. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നിയില്ല. എവറിത്തിങ് ഇസ് നോർമൽ ടിൽ നൗ. ട്രീറ്റ്മെൻറ്റും കൊള്ളാമെന്നാണ് ഫീഡ്ബാക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ എപ്പോഴും ഒരു കണ്ണ് വേണം. ബി കെയർഫുൾ. എനിക്കറിയാം ഏട്ടാ. അവൻ പറഞ്ഞതിന് മനു ഒന്ന് മൂളി. ശരി, നീ പോയി ഉറങ്ങാൻ നോക്കിക്കോ. വെറുതെ പുറത്തുനിന്ന് മഞ്ഞു കൊള്ളണ്ട. മനു അവൻ്റെ തലയിലൂടെ ഒന്ന് തലോടിക്കൊണ്ട് ഉണ്ണിയോട് പറഞ്ഞു. ഏട്ടൻ ആദ്യം അകത്തേക്ക് പോയി അമ്മാളുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്ക്. ഇല്ലെങ്കിൽ ഇനി ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ അവൾ അമ്മയുടെ കൂടെ ആയിരിക്കും. ഉണ്ണി അവനെ കളിയാക്കും പോലെ പറഞ്ഞു. അതിന് മനു ഒന്ന് ദീർഘമായി നിശ്വസിച്ചു. കാരണം അമ്മാളുവിൻ്റെ സ്വഭാവം അനുസരിച്ച് അങ്ങനെയും അവൾ ചെയ്യാം. ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയപ്പോൾ അവളുടെ കൂടെ നീ ഉണ്ടായിരുന്നോ? മനു അവനോട് തിരക്കി. ഇല്ലേട്ടാ, അമ്മയുടെ കൂടെയാണ് പോയത്. എങ്കിലും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡോക്ടറോട് ചോദിച്ചിരുന്നു. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, എല്ലാം ഓക്കെയാണ്. പിന്നെ 3 മാസം ഒന്ന് കെയർ ചെയ്യണം. പിന്നെ അവൾക്ക് ഛർദി, ക്ഷീണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി അടുത്ത ട്രൈമസ്റ്റർ ആകുമ്പോൾ എങ്ങനെ ആവുമെന്ന് പറയാനും പറ്റില്ല. ഇതൊക്കെ ചോദിച്ചറിയാൻ അവളും ഒന്നും പറയില്ല. അമ്മയാണെങ്കിൽ അതിലും വലിയ ഗൗരവത്തിൽ. കയ്യിലിരിപ്പ് കാരണം. മനു പറഞ്ഞു തീരും മുന്നേ തന്നെ ഉണ്ണി പറഞ്ഞു കഴിഞ്ഞിരുന്നു. അവൻ പറയുന്നത് കേട്ടതും മനു ഗൗരവത്തിൽ അവനെ ഒന്ന് നോക്കി. വാ, അകത്തേക്ക് പോവാം. അവൻ പറഞ്ഞുകൊണ്ട് ഇരുവരും അകത്തേക്ക് കയറി. നോക്കുമ്പോൾ അമ്മാളും അമ്മ കൊടുക്കുന്ന ഫ്രൂട്ട്സൊക്കെ കഴിക്കുവാണ്. രണ്ടും ഫുഡ് എടുത്ത് കഴിക്കാൻ നോക്ക്, എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിക്കുന്നില്ലേ? ഞങ്ങളൊക്കെ കഴിച്ചതാണ്, അമ്മ മറുപടി പറഞ്ഞു. അമ്മാൾ പോയി കിടന്നോ. ഫ്രൂട്ട്സൊക്കെ കഴിച്ചു കഴിഞ്ഞ് അമ്മ പറഞ്ഞതും ആരെയും നോക്കാതെ അമ്മാൾ നേരെ അമ്മയുടെ മുറിയിലേക്ക് പോയിരുന്നു. അല്ല അമ്മേ. മനു അവളെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവൾ അകത്തേക്ക് പോവുകയും ചെയ്തു. അമ്മ അടുക്കളയിലേക്കും. നടക്ക്, വല്ലതും കഴിക്കാം.
ഉണ്ണി മനുവിനെ കളിയാക്കും പോലെ പറഞ്ഞ് അവനുമായി ഡൈനിങ് ഏരിയയിലേക്ക് പോയി. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയും മുറിയിലേക്ക് പോയിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഉണ്ണി അവനെ കളിയാക്കി മുകളിലേക്ക് കയറി. മനു അപ്പോഴും മുറിയിലേക്ക് പോകാതെ താഴെ തന്നെ പതുങ്ങി നിന്നു. അമ്മയുടെ മുറിയിലേക്ക് പോയി അവളെ വിളിക്കണമെന്നുണ്ട്. പക്ഷേ ഒരു വെപ്രാളം പോലെ. അമ്മയുടെ മുറിയിലാണെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കുകയും ചെയ്തു. ഒരാളിപ്പോൾ ഇങ്ങോട്ട് വരും അമ്മാളൂ. മുറിയുടെ മുന്നിലൂടെ മനു ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന നിഴലനക്കം കണ്ടപ്പോൾ തന്നെ കണ്ണടച്ചു കിടക്കുന്ന അമ്മാളുവിനോട് അമ്മ തമാശയോടെ പറഞ്ഞു, വരട്ടെ, ഇതുവരെ റൂമിൻ്റെ അകത്തേക്ക് കയറാനുള്ള വണ്ടി കിട്ടിയിട്ടില്ല. അമ്മ പറഞ്ഞതും അമ്മാള് കുസൃതിയോടെ പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മനു അകത്തേക്ക് വന്നിരുന്നു. അമ്മ എന്ന് വിളിച്ച് അവൻ പെട്ടെന്ന് റൂമിലെ ലൈറ്റ് ഓണാക്കി. അത് കണ്ടപ്പോൾ തന്നെ അമ്മാള് വേഗം ഉറക്കമാണെന്ന രീതിയിൽ കണ്ണുകൾ അടച്ചു കിടന്നു. അമ്മേ, താൻ വിളിച്ച് ലൈറ്റ് ഓണാക്കി കഴിഞ്ഞിട്ടും കണ്ണടച്ച് തന്നെ കിടന്നുറങ്ങുന്നത് പോലെ കിടക്കുന്ന അമ്മാളുവിനെയും അമ്മയെയും നോക്കിക്കൊണ്ട് അവൻ വിളിച്ചു. അവൻ്റെ ആ വിളിയിൽ അമ്മ കണ്ണു തുറന്ന് അവനെ നോക്കി. നിനക്ക് എന്താ മനു, ഉറക്കമില്ലേ? ഉറക്കം? എൻ്റെ ഉറക്കം മുഴുവൻ കളഞ്ഞിട്ട് ഒരുത്തി ഇവിടെ സുഖമായിട്ട് കിടക്കുന്നു. അവൻ അമ്മാളുവിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവനത് പറഞ്ഞത് അമ്മാള് കേട്ടുവെങ്കിലും അവൾ ഉറക്കമാണെന്ന പോലെ തന്നെ അനങ്ങാതെ കണ്ണടച്ച് കിടന്നു. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ആ കൊച്ചു സമാധാനമായിട്ട് ഉറങ്ങട്ടെ, നീ പോയേ. ആ, ഞാൻ പോവാ. എൻ്റെ പ്രോപ്പർട്ടി ഇവിടെയാണല്ലോ, അതിനെക്കൊണ്ട് ഞാൻ പൊക്കോളാം. അത് പറഞ്ഞ് അവൻ അമ്മയെ ഒന്ന് നോക്കിക്കൊണ്ട് കട്ടിലിൽ അമ്മാള് കിടക്കുന്നതിൻ്റെ അരികിലേക്ക് വന്നു. ഉറക്കം നടിച്ച് കിടക്കുകയാണ് എങ്കിൽ പോലും പാതി തുറന്ന കണ്ണുകളിലൂടെ അവൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എങ്കിലും ഉറങ്ങുകയാണ് എന്ന രീതിയിൽ തന്നെ കിടന്നു. അടുത്ത നിമിഷം അവൻ അമ്മാളുവിനെ അങ്ങനെ തന്നെ വട്ടം പൊക്കിയെടുത്തു. അമ്മേ! പെട്ടെന്ന് അവൻ അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് തന്നെ അവളൊന്ന് ഞെട്ടിപ്പോയിരുന്നു. എടാ, അതിന് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പാടില്ലിപ്പോ. പിന്നെ ഞാനൊന്ന് എടുത്തുവെന്ന് കരുതി ഒന്നും വരാൻ പോകുന്നില്ല. എൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് ഞാൻ പോവാം, അമ്മ കിടന്നോ. അത് പറഞ്ഞ് അവൻ അവളുമായിട്ട് മുകളിലേക്ക് നടന്നു. അമ്മാളും ഒന്നും മിണ്ടിയില്ല. അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അവൻ്റെ കയ്യിൽ അനങ്ങാതിരുന്നു. ഇതുങ്ങളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞ് അത് കണ്ട് അമ്മ ചിരിയോടെ ഓർത്ത് ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. എന്നെ താഴെ ഇറക്ക്. പോകുന്ന വഴി അവൾ അവനോട് ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. ഇല്ല. ഒറ്റ വാക്കിൽ അവൻ മറുപടി പറഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കാതെ നേരെ മുകളിലേക്കുള്ള പടികൾ കയറിയിരുന്നു. മുന്നത്തെ പോലെ അല്ല, എനിക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ട്. താഴെ നിർത്തിയാൽ ഞാൻ നടന്നു കയറിക്കൊള്ളാം. മുകളിലേക്കുള്ള പടികൾ കയറി പകുതിയായപ്പോൾ അവൾ അവനോട് പറഞ്ഞു. അത്രയും കയറിയിട്ടും അവന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, സാധാരണ പോലെ കയറി പോകുന്നുണ്ട്. അവൾ അങ്ങനെ പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ മുകളിലേക്ക് തന്നെ നോക്കി പടികൾ കയറുന്നവനെ കണ്ടതും പിന്നെയും അവൾ അവനോടൊന്നും സംസാരിക്കാൻ നിന്നില്ല. മുറിയുടെ വാതിലിൻ്റെ മുന്നിലെത്തിയതും അത് അടഞ്ഞു കിടക്കുമായിരുന്നു. അതിനു മുന്നിൽ നിന്നുകൊണ്ട് അവൻ അവളെ ഒന്ന് നോക്കി. അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൾ ഡോറിൻ്റെ ലോക്ക് തുറന്നു കൊടുത്തു. മുറിയുടെ അകത്തേക്ക് കയറിയതിന് ശേഷമാണ് അവൻ അവളെ താഴെ നിർത്തിയത്. പക്ഷേ അവളുമായി മുറിയിലേക്ക് കയറി കഴിഞ്ഞിട്ടും അവൾ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൻ്റെ മുഖത്ത് ആദ്യം ഒരു തരം ഗൗരവം നിറഞ്ഞു നിൽക്കുന്നത് അമ്മാളു ശ്രദ്ധിച്ചിരുന്നു. അവനെ ഒന്ന് നോക്കി അവൾ മുറിയിലേക്ക് നോക്കിയതും അവളുടെ കണ്ണുകളാകെ വിടർന്നു പോയിരുന്നു. ഇത് വാക്കുകൾ പുറത്തേക്ക് വരാത്തതുപോലെ അവൾ ഞെട്ടലോടെയും അതിലുപരി ആശ്ചര്യത്തോടെയുമാണ് അവനെ തിരിഞ്ഞു നോക്കിയത്. മനുവേട്ടാ! അവൾ വീണ്ടും ആശ്ചര്യത്തോടെ അവനെയും മുന്നിലേക്ക് നോക്കി. അപ്പോഴേക്കും അവൻ വാതിലകത്തുനിന്ന് ലോക്ക് ചെയ്തിരുന്നു. ഐ എം സോറി അമ്മു. എനിക്ക് ഞാൻ ചെയ്തതിന് എങ്ങനെയാണ് നിന്നോട് സോറി പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷേ ഐ തോട്ട് ദാറ്റ് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും നിന്നെ ഹാപ്പി ആക്കാറില്ലേ, അതുകൊണ്ടാണ് ഞാൻ. അവൻ എന്തൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്താണവൻ പറയുന്നതെന്ന് അവന് പോലും മനസ്സിലാവുന്നില്ലായിരുന്നു എന്നതാണ് സത്യം. അമ്മാള് ഓടി വന്ന് അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളല്ല മനുവേട്ടാ, നിങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. നിങ്ങളെക്കാൾ ഉപരിയായിട്ട് എനിക്ക് മറ്റൊന്നും വേണ്ട. അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചത് പറയുമ്പോൾ അവളാകെ ഉലഞ്ഞു പോയിരുന്നു. അവനും അവളെ തിരികെ ചേർത്ത് പിടിച്ചു. വാ, കേക്ക് മുറിക്കാം. കുറച്ചു നേരം അങ്ങനെ നിന്നുകൊണ്ട് അവൻ പറഞ്ഞു. അവിടെ മുന്നിലായി തന്നെ മനു ഒരു ചെറിയ കേക്കും ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു കേർട്ടനൊക്കെ ഇട്ട് മോം ടു ബി എന്നെഴുതിയ ബാഡ്ജൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലൈറ്റൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത ഒരു ചെറിയ സർപ്രൈസ് സെറ്റപ്പ് അതായിരുന്നു അവൻ അവൾക്ക് വേണ്ടി ഒരുക്കിയത്. കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇരുവരും വളരെ സന്തോഷത്തോടെ അത് പരസ്പരം പങ്കുവെച്ച് കഴിച്ചു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടുമായിട്ട് നാളെ തന്നെ വരാട്ടോ. ബൈ.